നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഭാരത് ഹൈവേസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ IPO വന്നിരിക്കുന്നു. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകളിൽ നിക്ഷേപിക്കുക, അത് അക്വയർ ചെയ്യുക, മാനേജ് ചെയ്യുക തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഹൈവേസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നുള്ളത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെയാണ് ഈ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. ഈ 2500 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഭാരത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലേഷൻ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവർ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരിപ്പോൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 7 വലിയ പ്രൊജക്റ്റുകൾ, റോഡുകളുടെ നിർമ്മാണ പ്രൊജക്റ്റുകളിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് HIM മോഡൽ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ, അതായത് നിർമ്മാണം നടക്കുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായിട്ട് ഗവൺമെൻറ് പണം റിലീസ് ചെയ്യുന്ന ഒരു മോഡലുണ്ടല്ലോ, ആ മോഡലിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത്. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇത് അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത് GRIL എന്ന് പറയുന്ന കമ്പനിയുണ്ട്. GR ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ 7 സബ്സിഡിയറി കമ്പനികൾ, SPVകൾ എന്ന് പറയും. SPV എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ്. അതായത് ഓരോ റോഡിൻ്റെ നിർമ്മാണത്തിനും ഓരോ സബ്സിഡിയറി കമ്പനി, കാരണം ഒന്ന് ലോസിലായാലും അത് മറ്റേതിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റികളുള്ള സബ്സിഡിയറി കമ്പനികൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവരാണ് ഈ റോഡുകളുടെ നിർമ്മാണം നടത്തുന്നത്. അതിലാണ് ഇപ്പോൾ ഭാരത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ക്രിസിൽ, കെയർ തുടങ്ങിയ വലിയ റേറ്റിംഗ് ഏജൻസികൾ AAA റേറ്റിംഗ് ആണ് ഈ ഭാരത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത വെച്ച് അതിന് പ്രൊമോട്ടർ എന്ന് പറയില്ല, സ്പോൺസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ സ്പോൺസർ മാത്രമല്ല, പ്രൊജക്റ്റ് മാനേജറും ആദർശില ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ GR ഹൈവേസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ട്രസ്റ്റി IDBI ട്രസ്റ്റിഷിപ്പ് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന മിസ്റ്റർ അജേന്ദ്രകുമാർ അഗർവാളാണ് ഇതിൻ്റെ ചെയർമാനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. അദ്ദേഹം GR ഇൻഫ്രാ പ്രോജക്ട്സിൻ്റെ ഒരു പ്രൊമോട്ടർ കൂടിയാണ് എന്നുകൂടി അറിയണം. ഇപ്പോൾ ഈ പബ്ലിക് ഇഷ്യൂ വഴി ലഭിക്കുന്ന 2500 കോടി രൂപ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് പുറമെ ബാക്കി എമൗണ്ട് ഈ SPVകൾക്ക് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ചില പേയ്മെൻറ്റ്സും അവരുടെ കടബാധ്യതകളും എല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ലോണായിട്ട് SPVകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് നമ്മൾ പറഞ്ഞില്ലേ, 7 റോഡുകളുടെ നിർമ്മാണം നടത്തുന്ന കമ്പനികൾ, അവർക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുമെന്നാണ് അവരുടെ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, IIFL സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസ് ലിമിറ്റഡുമാണ്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2022 റവന്യൂ 1600.18 കോടി രൂപയായിരുന്നത് 2023 ആയപ്പോൾ 1537.47 എന്നുള്ള ലെവലിൽ ഒരു 62.71 കോടി രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് റവന്യൂവിൽ. 2024 അർദ്ധവാർഷികം നോക്കുകയാണെങ്കിൽ 388.54 കോടി രൂപ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 2023 വരെയുള്ള കണക്ക് ആണത്. എന്നാൽ നെറ്റ് ഇൻകത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. 2022 62.87 കോടി രൂപയായിരുന്നു അവരുടെ അറ്റാദായമെങ്കിൽ 2023 ആയപ്പോൾ അത് വൻ വർധനമാണ്. അതായത് 527.05 കോടി രൂപയുടെ വർധനമാണ് കാണിക്കുന്നത്. ഏകദേശം 738% വർധനവാണ്, അവിടെ ഒരു കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ IPO ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിച്ചു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. 98 രൂപ മുതൽ 100 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 25 കോടി ഓഹരികളാണ് മാർക്കറ്റിലേക്ക് വരുന്നത് പുതുതായിട്ട്. അങ്ങനെ 2500 കോടി രൂപ
ആണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. 100 രൂപ വെച്ച് നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ 2500 കോടി രൂപ അവർ റേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ മിനിമം ബിഡ് പറഞ്ഞിരിക്കുന്നത് 150 ഓഹരികളാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, റീറ്റെയിലേഴ്സിന് പ്രത്യേക പരിഗണന ഇവരുടെ ഇഷ്യൂ പേപ്പേഴ്സിൽ പ്രോസ്പെക്ടസിലൊന്നും കാണുന്നില്ല. അതായത് 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 25% HNIസിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ HNIസിൻ്റെ കൂട്ടത്തിൽ 25% വരെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് റീറ്റെയിലേഴ്സിനും അക്കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 150 ഓഹരിയാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിന് 14 മുതൽ 67 ലോട്ട് വരെ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഓരോ ഓഹരിക്ക്. അപ്പോൾ 25% വരെയാണ് ആ റീറ്റെയിലർ കാറ്റഗറി അല്ലെങ്കിൽ നമുക്ക് HNI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാവുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഓവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലെവലിൽ ഒരു ഗ്രീൻ ഷൂ ഓപ്ഷനൊക്കെ അവിടെ വന്നേക്കാൻ സാധ്യതയുണ്ട്. റീറ്റെയിലേഴ്സിന് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് 4-ാം തീയതിയും ലിസ്റ്റിംഗ് മാർച്ച് 6-ാം തീയതിയുമായിരിക്കും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതിനൊരു ലിസ്റ്റഡ് പിയർ കമ്പനി ഇല്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള SPVകൾ, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി ഇങ്ങനെ ഹൈബ്രിഡ് ആനുവിറ്റി മോഡലിൽ വലിയ പ്രൊജക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ ഫണ്ട് മുടക്കുന്ന ഒരു കമ്പനി എന്നുള്ള ലെവലിൽ മറ്റൊന്നിനെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് മാർക്കറ്റിന്, ഈ കമ്പനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ഏക ബുദ്ധിമുട്ട്. എന്നാൽ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണെന്ന് മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം മുന്നിൽ കാണുമ്പോൾ ഈ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ വളരെ മികച്ചതായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പിയർ കമ്പനി ഇല്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതേണ്ടതില്ല. ഇതിൻ്റെ NAV ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്ക് വെച്ചത് 122.18 ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ലോങ് ടേം ആണെങ്കിലും മിഡ് ടേം ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ കമ്പനിയിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഭാരത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.